തിരുവചനം തിരുവചനം. ഈശോ മിശിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ. പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥം നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവകൃപ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോട് കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ്റെ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാൻ്റെ അമ്മേ, പാപികളായി ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി, അതിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. ഈശ്വരേറ്റ സ്നേഹമുള്ള സഹോദരരെ, വിശുദ്ധ മത്തായി അറിയിച്ച സുവിശേഷത്തിൽ 12-ാമത്തെ അധ്യായത്തിൽ 28-ാമത്തെ തിരുവചനം, എന്നാൽ ദൈവാത്മാവിനെ കൊണ്ടാണ് ഞാൻ പിശാചുക്കളെ ബഹിഷ്കരിക്കുന്നതെങ്കിൽ ദൈവരാജ്യം നിങ്ങളിൽ വന്നു കഴിഞ്ഞിരിക്കുന്നു. ദൈവാത്മാവിനെ കൊണ്ട് പിശാചുക്കളെ ബഹിഷ്കരിക്കുക എന്നുള്ളത് ഈശോ ചെയ്യുമ്പോൾ രണ്ട് തലത്തിൽ അതിൻ്റെ അർത്ഥം ഈശോ ചൂണ്ടിക്കാണിക്കുകയാണ്. ഒന്നാമത്തേത്, അത് ദൈവരാജ്യം കടന്നു വരുന്നു എന്നതിൻ്റെ ഒരടയാളമാണ്. പിശാച് വിട്ടുപോവുക, പൈശാചികമായ സ്വാധീനങ്ങൾ, ഇടപെടലുകൾ, സാന്നിധ്യങ്ങൾ വിട്ടുപോവുക എന്ന് പറയുന്നത് ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ, ഒരു കുടുംബത്തിൽ, ഒരു സമൂഹത്തിൽ ദൈവരാജ്യം കടന്നു വരുന്നു എന്നതിൻ്റെ അടയാളമാണ്. നരകരാജ്യം മാറിപ്പോകുന്നു. ഒപ്പം രണ്ടാമത്തെ കാര്യം, ദൈവരാജ്യം നരകരാജ്യത്തെ തകർത്തുകൊണ്ട് കടന്നു വരുന്നതിന് ഈശോ ഉപയോഗിക്കുന്ന ആയുധവും കൂടിയാണ് ഈ പിശാചിനെ ബഹിഷ്കരണ ശുശ്രൂഷ. അത് ദൈവരാജ്യത്തിൻ്റെ ആഗമനത്തിൻ്റെ അടയാളവും ആയുധവുമാണ്. ഇവിടെ നമ്മൾ ഇന്ന് ഈ ഒരു വചനത്തെപ്പറ്റി ചിന്തിക്കുമ്പോൾ ദൈവാത്മാവിനെ കൊണ്ടാണ് ഞാൻ പിശാചുക്കളെ ബഹിഷ്കരിക്കുന്നത്. അത് ഈശോ അടിവരയിട്ട് പറയുകയാണ്, ദൈവാത്മാവിനെ കൊണ്ട്. ഇത് പറയാനുള്ള കാരണം നമുക്കറിയാം. മത്തായിയുടെ സുവിശേഷം 12-ാം അധ്യായമാണല്ലോ. 22 മുതലുള്ള തിരുവചനങ്ങളിൽ നമ്മൾ വായിക്കുകയാണ്, അനന്തരം അന്ധനും ഓമനുമായ ഒരു പിശാച് ബാധിതനെ അവർ ഈശോയുടെ അടുത്ത് കൊണ്ടുവന്നു. ഈശോ അവനെ സുഖപ്പെടുത്തി. അവൻ സംസാരിക്കുകയും കാണുകയും ചെയ്തു. ജനക്കൂട്ടം മുഴുവൻ അത്ഭുതപ്പെട്ട് പറഞ്ഞു, ഇവനായിരിക്കും ദാവീദിൻ്റെ പുത്രൻ. അപ്പോൾ അന്ധനായിട്ടിരിക്കുന്ന ഒരു മനുഷ്യൻ ഓമനായിട്ടായിരിക്കുന്നു. കണ്ണിന് കാഴ്ചയില്ല, സംസാരശേഷിയില്ല. അത് ഒരു ശാരീരിക വൈകല്യം ആയിരുന്നില്ല, മറിച്ച് ഒരു പൈശാചിക ബന്ധനമായിരുന്നു. യഥാർത്ഥത്തിൽ അവൻ്റെ കണ്ണിനൊരു കുഴപ്പവും ഇല്ല, അവൻ്റെ നാവിനും അധരങ്ങളൊക്കെ ഒരു കുഴപ്പവും ഇല്ല. പക്ഷെ അവനത് ഉപയോഗിക്കാൻ പറ്റുന്നില്ല, കാഴ്ചയില്ല, സംസാരശേഷിയില്ല. എന്തുകൊണ്ട്? ഈശോ അത് കാണിച്ചു തരുന്നത് പൈശാചികമായൊരു ബന്ധനം വഴിയായിട്ടാണ്. നമ്മൾ ലൂക്ക 13-ലൊക്കെ കാണുന്നുണ്ട്. 13 മുതലുള്ള തിരുവചനങ്ങളിൽ കൂനിയായ സ്ത്രീ, 18 വർഷമായിട്ട് കൂനിയായിട്ട് നടക്കുന്ന ഒരു സ്ത്രീ. ആ നാടർക്കെല്ലാം അറിയാം. അവൾ സാബത്തിൽ സെനഗോഗിൽ പ്രാർത്ഥിക്കാനായിട്ട് വരുന്ന പോലുമുണ്ട്. പക്ഷെ എന്നിട്ടും അവളുടെ കൂന് ഇങ്ങനെ തുടരുന്നു. എല്ലാവരും വിചാരിച്ചത് നട്ടലിന് എന്തോ കുഴപ്പമാണ്. യഥാർത്ഥത്തിൽ അവിടെ നട്ടലിനൊരു കുഴപ്പവും ഇല്ല. നമ്മൾ എന്തെങ്കിലും സ്കാനിങ്ങിനൊക്കെ കൊണ്ടുപോയി ആ സഹോദരിയുടെ അവസ്ഥയെ വിധേയപ്പെടുത്തിയാൽ സ്കാനിങ് റിസൾട്ട് വരുമ്പോൾ പറയും നട്ടലിൻ്റെ ഇത്ര നമ്പർ കശേരുക്കൾ ഇന്ന രീതിയിൽ ഒട്ടിച്ചേർന്നല്ല തേയ്മാനം വന്ന് അങ്ങനെ ഇരിക്കുന്നു എന്നേ സ്കാനിങ്ങിൽ ആ സ്കാനിങ് മെഷീന് കാണിച്ചു തരാൻ പറ്റുള്ളൂ, അങ്ങനെ ചിന്തിക്കാൻ പറ്റുള്ളൂ. അതുപോലെ ഇങ്ങനെ വളഞ്ഞ് ചേഞ്ഞിരിക്കുകയാണ്. പക്ഷേ ഈശോയുടെ സ്കാനിങ്ങിൽ ഈശോ കാണുകയാണ് ആ സഹോദരിയുടെ നട്ടലിന് ഒരു കുഴപ്പവുമില്ല. കശേരുക്കൾ ഇങ്ങനെ ഒട്ടിപ്പിടിച്ച് വളഞ്ഞാണ് നട്ടിൽ നിൽക്കുന്നതെങ്കിൽ പോലും കശേരുക്കൾക്ക് കേടൊന്നുമില്ല. ഈശോയുടെ സ്കാനിങ്ങിൽ ഈശോ അത് കണ്ടു. മറിച്ച് എന്താ വിഷയം? ഒരു പൈശാചിക അരൂപി അവളുടെ നട്ടലിനെ ഇങ്ങനെ വളച്ച് പിടിച്ചിരിക്കുകയാണ്. ആ പൈശാചിക അരൂപിയെ ഈശോ ഇറക്കി വിടുകയാണ്. ഇവിടെ നമ്മൾ ലൂക്ക 13 വായിക്കുമ്പം ഈശോ അവിടെ മേലെ കൈകൾ വെച്ചു. സാധാരണ പൈശാചിക തലത്തിലുള്ള വ്യക്തികളുടെ മേൽ കൈവച്ചല്ല, ആജ്ഞാപിച്ചുകൊണ്ടാണ് ഈശോ ഇറക്കി വിടുക. ഇവിടെ രോഗത്തിൻ്റെ ഒരു ആത്മാവാണ്. ഈശോയുടെ പ്രവർത്തനം ഇന്ന രീതിയിൽ ആകാവുള്ളെന്ന് നമുക്കാർക്കും പറയാൻ സാധിക്കുകയില്ല. നമുക്കറിയാം, രോഗശാന്തി കൊടുക്കുന്നിടത്തൊക്കെ ഈശോ എന്തെല്ലാം വ്യത്യസ്തമായ മാർഗങ്ങൾ ഉപയോഗിക്കുന്നുണ്ട്. തൊട്ടും കൈവച്ചും ചിലപ്പോഴൊക്കെ തുപ്പൽ കൊണ്ട് മണ്ണ് കുഴച്ച് തേച്ചും ഗ്രാമത്തിൽ നിന്ന് പുറത്തേക്ക് കൊണ്ടുപോയി മാറ്റി നിർത്തിയിട്ട് കണി തുപ്പിയും ഇങ്ങനെയൊക്കെയുള്ള ഒരുപാട് കൊണ്ടുപോയി കഴുകാൻ പറഞ്ഞൊക്കെ എന്തെല്ലാം വ്യത്യസ്തമായ രീതികൾ ഈശോ ഉപയോഗിക്കുന്നുണ്ട്.
അതിൻ്റെയൊക്കെ ജ്ഞാനം നമുക്ക് അറിഞ്ഞുകൂടാ. അപ്പോൾ ഇവിടെ ഈശോ ഈ പിശാചബാധയുള്ള ആ സഹോദരിയെ ലൂക്കാ 13 നമ്മൾ വായിക്കുമ്പം കൈവച്ച് സുഖപ്പെടുത്തുകയാണ്. അതേപറ്റി തർക്കമുണ്ടായപ്പം ഈശോ അവിടെ തെളിച്ച് പറയുന്നുണ്ട്, 18 വർഷമായിട്ട് സാത്താൻ ബന്ധിച്ചിട്ടിരുന്നവളായ അബ്രാഹത്തിൻ്റെ ഈ മകളെ സാബത്ത് ദിവസമാണെന്ന് അതിൻ്റെ പേര് ഞാൻ അഴിച്ചുവിടുന്ന ഒഴിവാക്കണമെന്നോ? ഇല്ല, ഞാൻ അഴിച്ചുവിടുക തന്നെ ചെയ്യും. ലൂക്കാ 13:16 18 വർഷം സാത്താൻ ബന്ധിച്ചിട്ടിരുന്നവളാണ്. ആ ബന്ധനം ആത്മീയതലത്തിൽ ഉണ്ടോ ഇല്ലെന്നുള്ളതൊക്കെ നമുക്ക് ശരീരത്തിൽ അങ്ങനെ കാണുകയാണ്. അപ്പം അങ്ങനെയുള്ള പൈശാചിക ബന്ധനങ്ങളും ഉണ്ടെന്ന് നമ്മൾ ഓർമ്മിക്കണം. എല്ലാ പൈശാചിക കേസുകളും ഈ ലഘ്യോൻ ബാധിച്ചവൻ അല്ലെങ്കിൽ മർക്കോസ് 9 കാണുന്ന അപ്പനും കൊണ്ടുവരുന്ന മോനെ പോലെ അലറി വിളിക്കുകയും അട്ടഹസിക്കുകയും ഉരുണ്ടു വീഴുകയും നൊരയും പതയും പുറപ്പെടുത്തിയിരുന്ന അവസ്ഥയിലൊന്നും ആയിരിക്കണമെന്നില്ല. പതിവായിട്ട് പ്രാർത്ഥനയ്ക്കൊക്കെ വന്നു പോകുന്ന അവസ്ഥയിലുള്ളവരിലും പൈശാചികമായ സാന്നിധ്യങ്ങൾ നിലനിൽക്കാനും ഒരുപക്ഷെ അതിൻ്റെതായ കെടുതികൾ വരുത്താനും ഇടവരുന്നുണ്ടാവും എന്ന് ഈ വചന സംഭവങ്ങൾ നമുക്ക് സൂചന തരുന്നുണ്ട്. അപ്പോൾ നമ്മളിപ്പോൾ മത്തായി 12 കാണുന്ന സംഭവത്തിൽ അന്ധനും ഊമനുമായിരിക്കുന്ന വ്യക്തി ഈശോ പിശാചിനെ ബഹിഷ്കരിച്ചു. ഉടനെ അവന് കാഴ്ച കിട്ടി, സംസാരശേഷി കിട്ടി. അപ്പോൾ അവിടെ ഫരിസേയർ ഇതിനെ ഈ സംഭവത്തെപ്പറ്റി ആക്ഷേപം പറയുകയാണ്, കുറ്റം പറയുകയാണ്. ഇവന് പിശാചുകളുടെ തലവനായ ബേൽസബൂലിനെ കൊണ്ട് തന്നെയാണ് പിശാചുകളെ ബഹിഷ്കരിക്കുന്നത്. ഈ ഒരു ആക്ഷേപം വരുമ്പോൾ ഈശോ അവിടെ മറുപടി കൊടുക്കുകയാണ്, സാത്താനെ ബഹിഷ്കരിച്ചാൽ എങ്ങനെ അവൻ്റെ രാജ്യം നിലനിൽക്കും? ഇതൊരു വലിയ വിശുദ്ധ ഗ്രന്ഥ വെളിപ്പെടുത്തലാണ് ഈശോ നമുക്ക് നൽകുന്നത്. ഈ പൈശാചിക മേഖലയെന്ന് പറയുന്നത് ഏതൊക്കെയോ കുറേ തിന്മയുടെ അരൂപികൾ കയറി എന്തെല്ലാമോ ഒക്കെ ചെയ്യുന്ന ഒരു കലങ്ങിയ കുഴഞ്ഞ ഇരുട്ടിൻ്റെ ഒരു ലോകം. അങ്ങനത്തെ ഒരു അവ്യക്തതയുടെ തലമായിരുന്നു ഒരുപക്ഷെ ഈശോ വരെയും ഈശോയ്ക്ക് പുറത്തുള്ള കാഴ്ചപ്പാടുകളിൽ ഈ ഡീമനോളജിയെക്കുറിച്ചുള്ളത്. പക്ഷേ ഈശോ തൻ്റെ പ്രബോധനത്തിന് വ്യക്തമായിട്ട് പറഞ്ഞു, ദൈവത്തിൻ്റെ രാജ്യം പരിശുദ്ധാത്മാവ് ഭരിച്ച് വ്യക്തിയുടെ ഹൃദയങ്ങളിൽ വേരൂന്നി വളർന്ന് നിറഞ്ഞു നിൽക്കാൻ ഈശോ ആഗ്രഹിക്കുന്നു. അതിന് തടസ്സമായിട്ടും ബദലായിട്ടും പൈശാചിക അരൂപി മനുഷ്യ ഹൃദയങ്ങളെ പ്രേരിപ്പിച്ച് സ്വാധീനിച്ച് വഴിതെറ്റിച്ച് നയിച്ച് ഭരിച്ച് കൊണ്ടുപോകാൻ നോക്കുന്നുണ്ട്. ഉൽപ്പത്തി പുസ്തകത്തിൻ്റെ ഹൗവയുടെ ഉള്ളത്തെ സാത്താൻ സംസാരിച്ചിട്ട് സർപ്പത്തിൻ്റെ സ്വരം അവരെ ഭരിച്ചു, അവരുടെ പ്രവൃത്തിയെ ഭരിച്ചു, നിയന്ത്രിച്ചു. അപ്പോൾ സർപ്പം ഭരിക്കുന്ന അവസ്ഥയിലേക്ക് ഹൗവ പോയി. പിശാച് ഭരിക്കുന്ന അവസ്ഥ, അതാണ് നരകരാജ്യം. അപ്പം അങ്ങനത്തെ ഒരു രാജ്യമുണ്ട്. ആ ദൈവരാജ്യത്തിന് ബദലായിട്ട് പിശാച് പൊക്കിക്കൊണ്ട് കെട്ടിപ്പടുത്തുകൊണ്ട് വരുന്നതാണ് എന്നൊരു വ്യക്തത ഈശോ തൻ്റെ പ്രബോധനത്തിന് കൃത്യമായിട്ട് നൽകുകയാണ്. ഇങ്ങനൊരു വ്യക്തത ഈ പൈശാചിക ലോകത്തെക്കുറിച്ച് ആദ്യമായിട്ടും വ്യക്തമായിട്ടും തരുന്നത് ഈശോയാണ്. അത് വിശുദ്ധ ഗ്രന്ഥത്തിൽ നമ്മൾ കാണുക, സുവിശേഷത്തിൽ അത് കാണുന്ന വചനഭാഗമാണ് ഈ മത്തായി 12:22 മുതലുള്ള തിരുവചനങ്ങൾ. അപ്പോൾ സാത്താനെ ബഹിഷ്കരിക്കുന്നെങ്കിൽ 26-ാം വാക്യം, അവൻ തനിക്കെതിരെ തന്നെ ഭിന്നിക്കുകയാണ്. ആ സ്ഥിതിക്ക് അവൻ്റെ രാജ്യം എങ്ങനെ നിലനിൽക്കും? ഒരു രാജ്യത്തിൻ്റെ അധിപനാണ് സാത്താൻ. അവൻ്റെ കീഴിൽ ഭയം കൊണ്ട് കീഴ്പ്പെട്ട് നിസ്സഹായതയിൽ അവനോടൊപ്പം നരകരാജ്യത്തിന് വേണ്ടി പണിയെടുക്കുന്ന അരൂപികളാണ് പിശാചുക്കൾ, അശുദ്ധാത്മാക്കൾ. ഇതാണ് ഈശോ നൽകുന്ന കാഴ്ചപ്പാട്. ഇവിടെ നമ്മൾ കൃത്യമായിട്ട് കാണുകയാണ് എന്തുകൊണ്ടാണ് ഈശോ ദൈവരാജ്യം പ്രഘോഷിച്ചത് എന്ന്. തൻ്റെ ദൗത്യം ആരംഭിച്ചപ്പോൾ മുതൽ ദൗത്യത്തിൻ്റെ ഓരോ ഘട്ടത്തിലും അവസാനം വരെ സ്വർഗത്തിലേക്ക് ആരോഹണം ചെയ്യുന്നതിന് തൊട്ട് നമ്മൾ 40 ദിവസം പോലും അപ്പോസ്തല പ്രവർത്തനം 1:3 കാണുന്നവർ ദൈവരാജ്യത്തെക്കുറിച്ച് പഠിപ്പിച്ചു. ഈശോയുടെ വായിൽ നിന്ന് എപ്പോഴും വരുന്ന ദൈവരാജ്യമാണ്, അതിൻ്റെ വിശദീകരണങ്ങളാണ്. അതിൻ്റെ പശ്ചാത്തലം ഈശോയുടെ ഉള്ളിൽ നമ്മളിവിടെ കാണുകയാണ്. നരകരാജ്യത്തിൻ്റെ സാന്നിധ്യമാണ്. ദൈവം കർത്താവ് ആദ്യത്തെ ഔവയും സ്നേഹിച്ച് നയിച്ച് പഠിപ്പിച്ച് ഭരിച്ച് ദൈവരാജ്യ അനുഭവത്തിൽ പർദീസയിൽ കൊണ്ടുപോയി അവിടുന്നും പിശാച് പറഞ്ഞു കൊടുത്ത് തെറ്റിച്ച് നാരകീയ അവസ്ഥയിലേക്ക് മനുഷ്യൻ അധപ്പതിച്ചു. ആ പിശാചിൻ്റെ പ്രവൃത്തികളെ മുഴുവൻ നശിപ്പിച്ച് വീണ്ടും ദൈവരാജ്യത്തിലേക്ക് കടത്തിക്കൊണ്ട് വരാൻ ഈശോ ഭൂമിയിലേക്ക് വന്നു. അതുകൊണ്ടാണ് ഈശോ പറഞ്ഞത് ദൈവരാജ്യം സമീപിച്ചിരിക്കുന്നു. അപ്പോൾ ഈ ഒരു വെളിപ്പെടുത്തൽ ഇവിടെ നമ്മൾ കാണുകയാണ്. ഈശോ പറയുന്നു അവൻ്റെ രാജ്യത്തെക്കുറിച്ച്. ഇതെങ്ങനെയാണ് ഈശോ ചെയ്യുക? ഈശോ പറയുകയാണ്,
ദൈവാത്മാവിനെ കൊണ്ടാണ് ഞാനിത് ചെയ്യുന്നത്. ദൈവാത്മാവ് എന്നെ നിറഞ്ഞിട്ടാണ്. ദൈവത്തിൻ്റെ ആത്മാവിനെ വിശുദ്ധ ഗ്രന്ഥം സൂചിപ്പിക്കാൻ ഉപയോഗിക്കുന്ന ഒരു വാക്കാണ് ശക്തി. ശക്തി. ലൂക്കായുടെ സുവിശേഷത്തിൽ നമ്മൾ ഈശോ സ്നാനം സ്വീകരിച്ചിട്ട് തൻ്റെ ദൗത്യം ആരംഭിക്കാനായിട്ട് വരുന്നതിനെപ്പറ്റി നമ്മൾ വായിക്കുന്നത് ഇങ്ങനെയാണ്. ലൂക്ക 4:14 തിരുവചനം. ഈശോ ആത്മാവിൻ്റെ ശക്തിയോടുകൂടെ ഗലീലയിലേക്ക് മടങ്ങിപ്പോയി. ആത്മാവിൻ്റെ ശക്തിയോടുകൂടി. പരിശുദ്ധാത്മാവ് ശക്തിയുടെ ആത്മാവാണ്. പരിശുദ്ധാത്മാവ് ശക്തി തന്നെയാണ്. പവർ എന്ന് പറഞ്ഞാൽ വിശുദ്ധ ഗ്രന്ഥ പശ്ചാത്തലത്തിൽ അത് പരിശുദ്ധാത്മാവിൻ്റെ പര്യായം തന്നെയാണ്. അതുകൊണ്ടാണ് ലൂക്കായുടെ സുവിശേഷത്തിൽ 24-ാമത്തെ അധ്യായത്തിൽ തന്നെ സ്വർഗ്ഗാരോഹണത്തിന് തൊട്ട് മുമ്പായിട്ട് അപ്പോസ്തലൻ നമുക്ക് നിർദ്ദേശം കൊടുക്കുമ്പോൾ ഈശോ പറയും 49-ാം തിരുവചനം, ഇതാ എൻ്റെ പിതാവിൻ്റെ വാഗ്ദാനം നിങ്ങളുടെ മേൽ ഞാൻ അയക്കുന്നു, ഉന്നതത്തിൽ നിന്ന് ശക്തി ധരിക്കുന്നത് വരെ നഗരത്തിൽ തന്നെ വസിക്കുവിൻ. പിതാവിൻ്റെ വാഗ്ദാനം അയക്കുന്നു. അത് പരിശുദ്ധാത്മാവാണ്. പേര് പറയുന്നില്ല. പിതാവിൻ്റെ വാഗ്ദാനം പരിശുദ്ധാത്മാവാണ്. ആ വാഗ്ദാനം ഇവിടെ പറയും ശക്തി ആയിട്ട് നിങ്ങൾ ധരിക്കും. ശക്തി ധരിക്കുന്നിടം വരെ നിങ്ങൾ നഗരം വിട്ടു പോകരുത്. പരിശുദ്ധാത്മാവ് നിങ്ങൾ വന്നുമ്പോൾ നിങ്ങളത് ശക്തി നിറയുന്നതായിട്ട് അനുഭവപ്പെടും. അപ്പോസ്തല പ്രവർത്തനത്തിൽ 1-ാമത്തെ അധ്യായത്തിലും ഈശോ പറയുന്നുണ്ടല്ലോ, പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ വന്നു കഴിയുമ്പോൾ നിങ്ങൾ ശക്തി പ്രാപിക്കും. അപ്പോസ്തല പ്രവർത്തനം 1-ാം അധ്യായം 8-ാമത്തെ തിരുവചനം. പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ വന്നു കഴിയുമ്പോൾ നിങ്ങൾ ശക്തി പ്രാപിക്കും. ശക്തി ധരിക്കണം. അപ്പോൾ ഈശോ പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയോടുകൂടിയാണ് തൻ്റെ ദൗത്യം ആരംഭിക്കാനായിട്ട് സ്നാനം സ്വീകരിച്ചതിന് ശേഷം മരുഭൂമിയിലെ പരീക്ഷയ്ക്ക് ശേഷം കഫർനാമിലേക്ക് ഗലീലയിലേക്ക് വന്നത് നമ്മൾ വായിക്കുകയാണ്. അങ്ങനെ വന്നിട്ടാണ് ഈശോ പറയുന്നത്. ലൂക്ക 4:18 നമ്മൾ വായിക്കുന്നു, കർത്താവിൻ്റെ ആത്മാവ് എൻ്റെ മേലുണ്ട്. എന്തിനു വേണ്ടിയിട്ട്? കർത്താവിൻ്റെ ആത്മാവ് എൻ്റെ മേലുണ്ട്. എന്തിനു വേണ്ടി? ദരിദ്രരെ സുവിശേഷം അറിയിക്കാൻ അവിടെ തന്നെ അഭിഷേകം ചെയ്തിരിക്കുന്നു. എന്തിൻ്റെ സുവിശേഷം? നമ്മൾ കണ്ടു, ദൈവരാജ്യത്തിൻ്റെ സുവിശേഷം പ്രസംഗിച്ചുകൊണ്ട് ഈശോ വരുന്നത്. ദൈവരാജ്യത്തിൻ്റെ സുവിശേഷം അറിയിക്കാൻ അവിടെ തന്നെ അഭിഷേകം ചെയ്തിരിക്കുന്നു. ആര്? പരിശുദ്ധാത്മാവ് വഴിയെടുത്ത് പിതാവായ ദൈവം. എന്നിട്ട് എന്താ ചെയ്യേണ്ടത്? ബന്ധിതർക്ക് മോചനവും അന്ധർക്ക് കാഴ്ചയും അടിച്ചമർത്തപ്പെട്ടവർക്ക് സ്വാതന്ത്ര്യവും, അങ്ങനെ അതുവഴി കർത്താവിന് സ്വീകാര്യമായ വത്സരവും പ്രഖ്യാപിക്കാൻ അവിടെ തന്നെ അയച്ചിരിക്കുന്നു. കർത്താവിന് സ്വീകാര്യമായ വത്സരം എന്ന് പറയുന്ന ദൈവരാജ്യത്തിൻ്റെ അനുഭവമാണ്. കർത്താവിന് സ്വീകാര്യമായ അവസ്ഥ ഉണ്ടാക്കാനായിട്ട് അതെങ്ങനെ സാധിക്കുക? ബന്ധിതർക്ക് മോചനം, അന്ധർക്ക് കാഴ്ച, അടിച്ചമർത്തപ്പെട്ടവർക്ക് വിടുതൽ. അന്ധർക്ക് കാഴ്ച, കണ്ണിൻ്റെ കാഴ്ച മാത്രമല്ല, വചനത്തിൻ്റെ വെളിച്ചത്തിൻ്റെ കാഴ്ച. സത്യം നിങ്ങളെ സ്വതന്ത്രരാക്കും. യോഹന്നായിട്ട് നമ്മൾ കാണുന്നുണ്ട്. ആ വചനം വഴിയുള്ള കാഴ്ച കിട്ടണം. ബന്ധിതർക്ക് മോചനം നൽകാനായിട്ട്. നമുക്കറിയാം, ഈശോയുടെ പരിശീലന കാലത്ത് ഈശോ ആരെയും കയറഴിച്ച് വിടുന്നില്ല, അല്ലെങ്കിൽ പൂട്ടി ഇടപെട്ട് പെരയ്ക്കകത്ത് കിടന്ന് ആരെയും അഴിച്ചു കൊണ്ടുപോകുന്നില്ല, അല്ല തടവറെ കിടന്ന തടവുകാരെങ്കിലും ഈശോ അവിടുന്ന് പുറത്തിറക്കിക്കൊണ്ട് പോകുന്നില്ല, കെട്ടഴിച്ചിട്ട് അറസ്റ്റ് ചങ്ങല കയ്യാമം വിടുവിച്ചിട്ട്. മറിച്ച് ഈശോ വിടുവിക്കുന്നത് ലൂക്ക 13:16 വാക്യത്തിൽ കാണുന്ന പോലെ സാത്താൻ ബന്ധിച്ചിട്ടിരുന്ന 18 വർഷം ആ കൂനിയായ സ്ത്രീയെ പറ്റിയാണ് നമുക്കറിയാം. അവളെ ഞാൻ അഴിച്ചു വിടണ്ടേ? ഞാൻ അഴിച്ചു വിടും. സാപത്ത് ദിവസമാണല്ലോ, അഴിച്ചു വിടും. അപ്പോൾ ബന്ധിതർക്ക് മോചനം ഈശോ അങ്ങനെയാണ് കൊടുക്കുന്നത്. അത് കൊടുക്കുന്നത് ഈ പരിശുദ്ധാത്മ ശക്തി കൊണ്ടാണ്. പരിശുദ്ധാത്മാവിൻ്റെ ശക്തി. ആ ശക്തി ധരിക്കുന്നവരെ നിങ്ങൾ നഗരം വിട്ട് പോകരുത് എന്ന് ഈശോ തൻ്റെ ദൗത്യം പൂർത്തിയാക്കി സ്വർഗത്തിലേക്ക് പോകാൻ അപ്പോസ്തലന്മാരോട് പറയുകയാണ്. നിങ്ങൾ പരിശുദ്ധാത്മാവിൻ്റെ ശക്തി ധരിക്കണം. അതിനുവേണ്ടി എന്താ ചെയ്യേണ്ടത്? അവർ ചെയ്യുന്ന എന്താ നമുക്കറിയാം. ലൂക്കായുടെ സുവിശേഷത്തിൽ 24-ാം അധ്യായത്തിൽ ഈ സ്വർഗത്തിലേക്ക് പോയി കഴിയുമ്പോൾ 52, 53 തിരുവചനങ്ങൾ. അവർ അവനെ ആരാധിച്ചു, അത്യന്തം ആനന്ദത്തോടെ അവർ ജെറുസലേമിലേക്ക് മടങ്ങി. അവർ ദൈവത്തെ സ്തുതിച്ചുകൊണ്ട് സദാസമയം ദേവാലയത്തിൽ കഴിഞ്ഞുകൂടി. ദൈവത്തെ സ്തുതിച്ചുകൊണ്ട് സദാസമയം ദേവാലയത്തിൽ കഴിഞ്ഞുകൂടുകയാണ്. അതിന് ബാക്കി നമ്മൾ അപ്പോസ്തല പ്രവർത്തനങ്ങൾ 1 വായിക്കുന്നുണ്ട്. ഈ ശിഷ്യ സമൂഹം 14-ാം വാക്യം, അപ്പോസ്തല പ്രവർത്തനം 1:14, ഇവർ ഏക മനസ്സോടെ ഈശോയുടെ അമ്മയായ മറിയത്തോടും മറ്റു സ്ത്രീകളോടും അവരുടെ സഹോദരനൊപ്പം പ്രാർത്ഥനയിലും ഒഴുകിയിരുന്നു. അത് ദൈവത്തെ സ്തുതിച്ച് പ്രാർത്ഥിച്ചുകൊണ്ടാണ് ഇത് കൂടുതൽ സമയം ചെലവഴിച്ചത്. അങ്ങനെയുള്ള 9 ദിവസങ്ങൾ അവർ ഇരിക്കുകയാണ്. 9 ദിവസങ്ങൾ
ഒരു ദിവസം പ്രാർത്ഥിച്ചിട്ട് പരിശുദ്ധാത്മാഭിഷേകം വന്നില്ല, അവർ പ്രാർത്ഥന നിർത്തിയില്ല. 2-ാം ദിവസം പ്രാർത്ഥന കഴിഞ്ഞ് 3-ാം ദിവസം പ്രാർത്ഥന പൂർത്തിയായി, 7 ദിവസത്തെ പ്രാർത്ഥനയായി. പരിശുദ്ധാത്മാവിന്റെ ശക്തി കൊണ്ട് അത് നിറഞ്ഞില്ല. പക്ഷെ അവർ എണീറ്റ് പോയില്ല, നിർത്തിയില്ല. ദാനിയേലിൻ്റെ അനുഭവം നമ്മൾ ഇടയ്ക്ക് ചിന്തിച്ചിട്ടുണ്ട്. 21-ാം ദിവസമാണ് ദാനിയേലിൻ്റെ മുമ്പിൽ ഗബ്രിയേൽ മാലാഖ എത്തുക. അതുവരെ അദ്ദേഹം നിർത്തിയില്ല പ്രാർത്ഥന, എണീറ്റ് പോയില്ല, ക്ഷമയോടെ കാത്തിരുന്നു. അപ്പോൾ ക്ഷമയോടെയുള്ള ദീർഘമായ തന്നോട് തന്നെയുള്ള ബലപ്രയോഗത്തിലൂടെയുള്ള പ്രാർത്ഥന, ഇതൊരു സ്വയ ക്രൂശിക്കലും കൂടിയാണ്. ഗലാത്യ ലേഖനത്തിൽ 5-ാമത്തെ അധ്യായത്തിൽ നമ്മൾ വായിക്കുന്നുണ്ടല്ലോ, 24-ാമത്തെ തിരുവചനം, യേശു ക്രിസ്തുവിനുള്ളവർ തങ്ങളുടെ ജഡത്തെ അതിൻ്റെ വികാരങ്ങളോടും മോഹങ്ങളോടും കൂടെ ക്രൂശിച്ചിരിക്കുന്നു. പ്രാർത്ഥനയിൽ നമ്മൾ ഒരു വ്യക്തി ആഴപ്പെട്ട് നിൽക്കുമ്പം അവിടെ ഒരു ക്രൂശീകരണമുണ്ട്. ശരിയാണ്, ഒരു മരക്കുരിശില്ല, മരത്തടിയില്ല, ഇരുമ്പാണികളില്ല, ചുറ്റിക അടിച്ച് കയറ്റുന്നില്ല. പക്ഷേ ഇതെല്ലാം യഥാർത്ഥത്തിൽ ഉണ്ട് അരൂപിയിൽ. എങ്ങനെയാണ്? പ്രാർത്ഥിക്കാനായിട്ട് വരുന്നൊരു വ്യക്തി അതിനുവേണ്ടി മുറിക്കകത്തല്ല പള്ളിക്കകത്ത് കയറുന്നു, അതിനുവേണ്ടി ഇരിക്കുന്നു. ദാനിയേൽ 21 ദിവസം തന്നെ ആ പ്രാർത്ഥനയുടെ ചിട്ടയിലേക്ക് ആണിയടിച്ച് നിർത്തിയിരിക്കുകയാണ്. എണീറ്റ് പോകുന്നില്ല. എണീറ്റ് പോകാനായിട്ട് ഒരു ചിന്ത വരുന്നുണ്ടാവും, പ്രേരണ വരുന്നുണ്ടാവും, പോവുകയല്ല, നിൽക്കുകയാണ് പ്രാർത്ഥനയിൽ തന്നെ. അപ്പോൾ ഈ 9 ദിവസം പരിശുദ്ധ അമ്മയോടൊപ്പം അപ്പസ്വരന്മാർ ഇരുന്ന് പ്രാർത്ഥിക്കുകയാണ്, വിട്ടുപോകാതെ സദാസമയവും. അവർ ദേവാലയത്തിൽ കഴിഞ്ഞുകൂടിയെന്ന് ലൂക്കാസ് സുവിശേഷകൻ എഴുതിയിരിക്കുകയാണ്. ഇടയ്ക്ക് അവർക്ക് മറ്റു പല കാര്യത്തിനും പോകാൻ തോന്നുന്നുണ്ടാവും, വേണമെങ്കിൽ പല കൗതുകത്തിൻ്റെ പുറകെ പോകാൻ, വിശ്രമിക്കാൻ പോകാൻ ഇല്ല. ആണിയടിച്ച് ക്രൂശിച്ചിരിക്കുക. മിശിഹായ്ക്കുള്ളവർ തങ്ങളുടെ ജഡത്തെ അതിൻ്റെ എല്ലാ വികാരങ്ങളും മോഹങ്ങളോടെ ക്രൂശിച്ചിരിക്കുന്നു. ഇങ്ങനത്തെ ഒരു ക്രൂശീകരണം പ്രാർത്ഥനയിലുണ്ട്. അങ്ങനത്തെ ഒരു പ്രാർത്ഥന ചരിയിലൂടെ, പ്രാർത്ഥനയുടെ ഒരു പോരാട്ടത്തിലൂടെയാണ് ഈ പരിശുദ്ധാത്മ ശക്തി ഒരു വ്യക്തിയിലേക്ക് വന്ന് നിറയാൻ ഇടവരിക. അപ്പോൾ ഈ പ്രാർത്ഥനയെന്ന് പറയുന്നത് ഒരു യാചന മാത്രമല്ല, ഒരു കാര്യം ചോദിക്കുന്ന മാത്രമല്ല. പലപ്പോഴും നമ്മൾ പ്രാർത്ഥനയെക്കുറിച്ച് ചിന്തിക്കുന്നത് ദൈവത്തിൻ്റെ പക്കൽ നമ്മുടെ കാര്യം പറഞ്ഞ് ഉത്തരം അല്ലെങ്കിൽ മറുപടി, അതിൻ്റെ ദൈവത്തിൻ്റെ കൃപ വാങ്ങിച്ചെടുക്കുകയാണ്. അത് പ്രാർത്ഥനയുടെ പൊതുവായുള്ള വളരെ പ്രാരംഭ തലത്തിലുള്ള ഒരു ധാരണയാണ്. അതവിടെ ഉണ്ട്, ആ മീനിങ് ശരിയാണ്. പക്ഷേ ആഴമായ പ്രാർത്ഥനാ തലത്തിലേക്കുള്ള ചിന്തയെടുക്കുമ്പോൾ പ്രാർത്ഥനയെന്ന് പറയുന്നത് ഒരു ആധുനിക വാക്ക് ഉപയോഗിച്ചാൽ ഒരു ഡൗൺലോഡിംഗ് ആണ്. ഡൗൺലോഡ് ചെയ്യുന്നതിനെ പറ്റി ഇപ്പോൾ നമുക്ക് എല്ലാവർക്കും അറിയാം. നമ്മുടെ ഫോണിലേക്ക്, കമ്പ്യൂട്ടറിലേക്ക്, ഇൻ്റർനെറ്റിൽ കിടക്കുന്ന ചില പരിപാടികൾ നമ്മൾ ഡൗൺലോഡ് ചെയ്തെടുക്കാറുണ്ട്. ഡൗൺലോഡ് ചെയ്യണമെങ്കിൽ ചില കാര്യങ്ങളൊക്കെ ആവശ്യമുണ്ട്. എന്താണ്? ഒന്ന്, നമുക്കൊരു ഫോൺ വേണം, അല്ലെങ്കിൽ ലാപ്ടോപ്പ് വേണം. 2, ഒരു കണക്ഷൻ വേണം, ഇൻ്റർനെറ്റ് കണക്ഷൻ. അത് സാമാന്യ സ്പീഡുള്ള നല്ല കണക്ഷൻ ആയിരിക്കണം. 3-ാമത്തേത്, നമുക്ക് വേണ്ട പ്രോഗ്രാം അവിടെ ഉണ്ടെന്ന് ഉറപ്പാക്കണം. വീണ്ടും ആ പ്രോഗ്രാമിനെ സ്വീകരിക്കാൻ മാത്രമുള്ള സ്പേസ് നമ്മുടെ ഫോണിൽ അല്ലെങ്കിൽ കമ്പ്യൂട്ടറിൽ ഉണ്ടായിരിക്കണം. അപ്പോൾ 5 GB ഉള്ള ഒരു പ്രോഗ്രാമാണ് നമ്മൾ ഡൗൺലോഡ് ചെയ്യുന്നതെങ്കിൽ അതിനുള്ള സ്പേസ് നമ്മുടെ ഈ ഗാഡ്ജറ്റിൽ ഉണ്ടെന്ന് ഉറപ്പാക്കണം. അല്ലെങ്കിൽ ഡൗൺലോഡ് ചെയ്ത് പറഞ്ഞു കഴിയുമ്പോഴത്തേക്കും നമ്മുടെ ഫോൺ പറയും ഇടയില്ല, സ്പേസ് ഇല്ല, സ്പേസ് ഉണ്ടാക്കണം. അപ്പോൾ സാധനം ചെയ്യുന്നത് എന്താണ്? അതിനു മുമ്പ് കയറ്റിക്കിട്ടിരിക്കുന്ന കുറച്ച് വേറെ ചില കാര്യങ്ങളൊക്കെ ഉണ്ടാവും, ചില വീഡിയോസോ ഫോട്ടോസൊക്കെ. അത് നമ്മൾ നോക്കിയിട്ട് അതിനകത്ത് ആവശ്യമില്ലാത്ത നമ്മൾ ഡിലീറ്റ് ചെയ്ത് കളയും. അതിനെ മാറ്റിയിട്ട് ഇടയ്ക്ക് ആവശ്യത്തിന് സ്പേസ് ഉണ്ടാക്കും, എങ്കിലേ നമുക്കിത് എടുക്കാൻ പറ്റുള്ളൂ. അപ്പോൾ സ്പേസ് ഉണ്ടാക്കണം, അപ്പോൾ ഈ കണക്ഷൻ ഉണ്ടായിരിക്കണം, പ്രോഗ്രാം നമ്മൾ കണക്ട് ചെയ്യണം, പിന്നെ അത് ക്ലിക്ക് ചെയ്യണം. ആ പ്രോഗ്രാം ഡൗൺലോഡ് ആരംഭിക്കാനുള്ള കമാൻഡ് നമ്മൾ കൊടുക്കണം. ആഗ്രഹിച്ചുകൊണ്ട് മാത്രം ആയില്ല, കണക്ഷൻ വെച്ചുകൊണ്ട് ഇരുന്നുകൊണ്ട് മാത്രം ആയില്ല. കണക്ഷൻ എല്ലാം ശരിയാക്കി വെച്ചിട്ട് നമ്മൾ ഡൗൺലോഡിനുള്ള കമാൻഡ് കൊടുക്കണം. കമാൻഡ് കൊടുത്താലേ അത് ഡൗൺലോഡിങ് ആരംഭിക്കുകയുള്ളൂ. ഇനി ആരംഭിച്ചാലോ അപ്പോൾ തന്നെ നമുക്ക് ഫോണും അല്ലെങ്കിൽ മൊബൈൽ ഫോൺ ലാപ്ടോപ്പ് എടുത്തുകൊണ്ട് പോകാൻ പറ്റുമോ? ഇല്ല, അത് വെയിറ്റ് ചെയ്യണം. ആ ഡൗൺലോഡിങ് ആരംഭിച്ച് അത് പൂർത്തിയാകാൻ എന്തുമാത്രം സമയം വേണ്ടി വരുന്നോ അത്രയും സമയം നമ്മൾ ഈ ഫോൺ അവിടെ വെച്ച് കൊടുക്കണം. അതുകൊണ്ട് വെയിറ്റ് ചെയ്യണം ആവശ്യത്തിന് സമയം. അങ്ങനെ വെയിറ്റ് ചെയ്താലാണ് സമയത്തിൻ്റെ പൂർണ്ണതയിൽ ആ പ്രോഗ്രാം നമ്മുടെ ഇതിലേക്ക് ഡൗൺലോഡ് ചെയ്ത് വരിക. ഇതുപോലെ ആത്മീയ പോരാട്ടത്തിൽ, ആത്മീയ ജീവിതത്തിൽ പ്രാർത്ഥന ഒരു ഡൗൺലോഡിംഗ് ആണ്. അപ്പോൾ പറയാം, ശക്തി ധരിക്കുന്നിടം വരെ നഗരം വിട്ടു പോകരുത്.
ശക്തി ഡൗൺലോഡ് ആകണം നമ്മുടെ ഉള്ളത്തിലേക്ക്. പരിശുദ്ധാത്മാവാണ് ശക്തി. അത് വന്ന് നിറയുന്നേരം വരെ നിങ്ങൾ വിട്ടു പോകരുത്, എണീറ്റ് പോകരുത്. അതിനുവേണ്ടി നിങ്ങൾ കാത്തു നിൽക്കണം. അപ്പോൾ 3 വർഷത്തെ ഈശോയുടെ കൂടെയുള്ള പരിശീലനം വഴിയായിട്ട് യഥാർത്ഥത്തിൽ ഈശോയെ അപ്പസ്തലന്മാരുടെ ഉള്ളത്തെ തമ്പുരാനുമായിട്ട് കണക്ട് ചെയ്തു. ഇൻ്റർനെറ്റ് കണക്ഷൻ അവിടെ ഉണ്ട്. ഈ അപ്പസ്തലന്മാരുടെ ജീവിതത്തിൽ വേണ്ടാത്തന്നെ എല്ലാം അവിടെ നിന്ന് മാറ്റിക്കളഞ്ഞു. സംശയങ്ങളും ശങ്കകളും അജ്ഞതയും പാപവും അങ്ങനെ വേണ്ടാത്ത കാര്യങ്ങളെല്ലാം ഉള്ളിൽ നിന്ന് മാറ്റിക്കളഞ്ഞിട്ട് സ്പേസ് ഉണ്ടാക്കി. എന്നിട്ട് ഈ കണക്ഷനിലേക്ക് വെച്ചു. എന്നിട്ട് പറയാം, നിങ്ങൾ പരിശുദ്ധാത്മാ ശക്തി ധരിക്കാനായിട്ട് പ്രാർത്ഥിച്ചേ, വിളിച്ചപേക്ഷിച്ചേ, ആത്മാവിനെ വിളിച്ചപേക്ഷിച്ചേ. ഈശോ യോഹന്നാൻ 7 വായിക്കുന്നുണ്ട്, ആർക്കെങ്കിലും ദാഹിക്കുന്നെങ്കിൽ എൻ്റെ പക്കൽ വരട്ടെ, ചോദിക്കുവിൻ നിങ്ങൾക്ക് ലഭിക്കും. ലൂക്കാ നമ്മൾ വായിക്കുകയാണ്. അന്വേഷിക്കുവിൻ കണ്ടെത്തും, മുട്ടുവിൻ തുറക്കപ്പെടും. എന്ന് വെച്ചാൽ മുട്ടുന്നില്ല തുറക്കുകയില്ല, ചോദിക്കുന്നില്ല ലഭിക്കുകയില്ല, അന്വേഷിക്കുന്നില്ല കണ്ടെത്തുകയില്ല, ദാഹിക്കുന്നില്ലെങ്കിൽ കിട്ടുകയില്ല, വിളിച്ചപേക്ഷിക്കുന്നില്ല ഉത്തരവില്ല. അപ്പോൾ നമ്മൾ ഡൗൺലോഡിൻ്റെ ഐക്കണിൽ ക്ലിക്ക് ചെയ്ത് ഇത് വേണമെന്ന് പറയണം. പരിശുദ്ധാത്മാവ് എന്നിലേക്ക് വരണം. നമ്മൾ തെളിച്ച് പറയണം. അത് നമ്മൾ കാണിക്കണം. ദാനിയേലും ഒക്കെ കാത്തിരുന്നു, ശരിയായി അറിയുന്നതിന് വേണ്ടിയിട്ട് ആ നിയോഗം വെച്ച് കാത്തിരിക്കുകയാണ്. ശക്തി ധരിക്കാൻ വേണ്ടി അപ്പസ്തലന്മാർ കാത്തിരിക്കുകയാണ്. അപ്പം അങ്ങനെ ക്ലിക്ക് ചെയ്തു, ഡൗൺലോഡിങ് ആരംഭിക്കുകയാണ്. അപ്പസ്തലന്മാരുടെ കാര്യത്തിൽ 1 ദിവസം, 2 ദിവസം, 3 ദിവസം, 7 നമ്മൾ കണ്ടു, 9 ദിവസം അവർ ഈ മൊബൈൽ ഫോൺ എടുത്ത് മാറ്റുന്നില്ല, കണക്ഷൻ വിടുവിക്കുന്നില്ല, ലാപ്ടോപ്പും കൊണ്ട് വേറെ പണിക്ക് പോകുന്നില്ല. ഈ ഡൗൺലോഡിങ് ആരംഭിച്ചിട്ട് അതിനുവേണ്ടി അവർ കാത്ത് നിൽക്കുക പൂർത്തിയാകാൻ. 10-ാം ദിവസമാണത് പൂർത്തിയാകുന്നത്. ശക്തി കൊണ്ട് അവർ നിറഞ്ഞു. എന്നിട്ടാണ് അവർ ദൗത്യത്തിന് ശുശ്രൂഷയ്ക്കുമായിട്ട് ഇറങ്ങുന്നത്. അങ്ങനെ അഭിഷേകം നിറഞ്ഞവർ ശുശ്രൂഷ ആരംഭിക്കുമ്പോൾ നമ്മൾ വായിക്കുന്നുണ്ട് അപ്പസ്തല പ്രവർത്തനങ്ങളിൽ 5-ാമത്തെ അധ്യായത്തിൽ നമ്മൾ വായിക്കുന്നുണ്ടല്ലോ, അപ്പസ്തലന്മാർ നടന്നു പോകുമ്പോൾ അവരുടെ നിഴല് പതിയുന്നിടത്ത് പോലും ഈ ശക്തി അനുഭവമായിരുന്നു. അപ്പസ്തല പ്രവർത്തനം 5-ാമത്തെ അധ്യായം വായിക്കുന്നത് 15-ാമത്തെ വാക്യം, അവർ രോഗികളെ തെരുവീതിയിൽ കൊണ്ടുവന്ന് കിടക്കുകളിലും കട്ടിലിലും കിടത്തിയിരുന്നു. പത്രോസ് കടന്നു പോകുമ്പോൾ അവൻ്റെ നിഴലെങ്കിലും അവരിൽ ഏതാനും പേടമേൽ പതിക്കുന്നതിന് വേണ്ടിയായിരുന്നു അത്. അശുദ്ധാത്മാക്കൾ ബാധിച്ചിരുന്നവരെയും രോഗികളെയും വഹിച്ചുകൊണ്ട് ജനം ജെറുസലേമിന് ചുറ്റുമുള്ള പട്ടണങ്ങളിൽ നിന്ന് അങ്ങനെ വന്നു. എല്ലാവർക്കും രോഗശാന്തി വിടുതൽ കിട്ടുകയാണ്. അപ്പം അതുപോലെ അവർ ഈ ശക്തി നിറഞ്ഞു. ഇവിടെ നിഴലിൽ പോലും അത് പ്രസരിക്കുകയാണ്. നമ്മൾ ഈശോയിലും കാണുന്നുണ്ടത്. ശക്തി നിറഞ്ഞ് പ്രാർത്ഥനയിലൂടെ നിറച്ചെടുക്കുന്നു. ഈശോ എത്രയോ സമയമാണ് മണിക്കൂറുകൾ പ്രാർത്ഥിക്കാനായിട്ട് മാറി നിൽക്കുന്നതായിട്ട് നമ്മൾ കാണുക. ലൂക്കായുടെ സുവിശേഷത്തിൽ 6-ാമത്തെ അധ്യായത്തിൽ 12-ാം തിരുവചനം, ആ ദിവസങ്ങൾ അവൻ പ്രാർത്ഥിക്കാനൊരു മലയിലേക്ക് പോയി അവിടെ ദൈവത്തോട് പ്രാർത്ഥിച്ചുകൊണ്ട് രാത്രി മുഴുവനും ചെലവഴിച്ചു. സന്ധ്യ ആയപ്പോൾ മുതൽ കയറിയിട്ട് രാത്രി മുഴുവൻ പ്രാർത്ഥിച്ചുകൊണ്ട് ചെലവഴിച്ചു. പ്രഭാതമായപ്പോൾ ഇറങ്ങി വന്നു. അപ്പോൾ സരന്മാരെ തിരഞ്ഞെടുക്കുന്നു. പിന്നെ താഴ്വരെ വന്ന് നിന്നപ്പോൾ എന്ത് സംഭവിച്ചു? 18-19 വാക്യങ്ങൾ. വലിയ ജനസമൂഹം അവിടെ ഒരുമിച്ച് കൂടി. അശുദ്ധാത്മാക്കളാൽ പീഡിതരായവർ സുഖമാക്കപ്പെട്ടു. ജനങ്ങളെല്ലാം അവനൊന്ന് സ്പർശിക്കാൻ അവസരം പാർത്തിരുന്നു. എന്നാൽ അവരിൽ നിന്നും ശക്തി പുറപ്പെട്ട് എല്ലാവരെയും സുഖപ്പെടുത്തിയിരുന്നു. അശുദ്ധാത്മാക്കളൊക്കെ വിട്ടുപോയി, അവന് ശക്തി പുറപ്പെടുകയാണ്. എന്താണിത്? പരിശുദ്ധാത്മ സാന്നിധ്യമാണ്. അതെങ്ങനെ വന്നു? തലേ രാത്രി മുഴുവൻ ഈശോ പ്രാർത്ഥന ചെലവഴിക്കുകയായിരുന്നു. 5-ാമത്തെ അധ്യായത്തിൽ നമുക്ക് കാണാൻ പറ്റും 15-16 വാക്യങ്ങളിൽ ഒരു കുഷ്ഠരോഗിക്ക് സൗഖ്യം കൊടുത്തു കഴിയുമ്പം അവൻ പോയി ഈശോയെ പറ്റി പറഞ്ഞു. ഒത്തിരി ആൾക്കാർ ഈശോയെ കാണാൻ വേണ്ടി തേടി വരുന്നു. അപ്പോൾ ഈശോ ഒരിക്കലും മറ്റിടത്ത് വചനഭാഗത്തില്ലാത്ത പോലെ പെരുമാറ്റം കൊടുക്കുകയാണ്. എന്നാൽ ഈശോയുടെ കീർത്തി പൂർവാധികം വ്യാപിച്ചതേയുള്ളൂ. അവൻ്റെ വാക്ക് കേൾക്കുന്ന രോഗശാന്തി നേടുന്നതിന് വേണ്ടി വളരെ ആൾ തിങ്ങിക്കൂടി. അവനാകട്ടെ വിജനപ്രദേശങ്ങളിൽ പിൻവാങ്ങി അവിടെ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. ഒത്തിരി ആൾക്കാർ ഓടി വരുന്നിടത്ത് ഇവിടെ ഈശോ അവരുടെ അടുപ്പക്കൽ ചെല്ലുകയല്ല, മാറിപ്പോയി ആരുമില്ലാത്ത ഈ ജനമില്ലാത്തടത്ത് പോയിരുന്ന് പ്രാർത്ഥിക്കുകയാണ്. എന്താണ്? നമ്മൾ ഡൗൺലോഡിങ് പറഞ്ഞ പോലെ ഒരു പക്ഷേ മൊബൈൽ ഫോണിൽ ബാറ്ററി ചാർജ് ചെയ്യുകയാണ് പവർ കൊണ്ട്, കറണ്ട് കൊണ്ട്. പക്ഷേ ആ ബാറ്ററിയുടെ പവർ തീർന്നു കഴിഞ്ഞാൽ പിന്നെ അത് വീണ്ടും ചാർജ് ചെയ്തെങ്കിലും ഉപയോഗിക്കാൻ പറ്റുള്ളൂ. ഒരു പക്ഷേ ഈശോ ഇവിടെ രാവിലെ പ്രാർത്ഥിച്ച് പവർ നിറഞ്ഞിറങ്ങി, പക്ഷേ അന്ന് ഒരുപാട് പേര് ശുശ്രൂഷ ചെയ്തു, ഈ പവർ മുഴുവൻ തീർന്നു. ഒരു പക്ഷേ ഞാൻ ചിന്തിക്കുകയാണ്, അങ്ങനെ പവർ തീർന്നെന്ന് ഈശോയ്ക്ക് മനസ്സിലായി. ആൾക്കൂട്ടം പിന്നെയും വരിക, പക്ഷെ കൊടുക്കാൻ പവറില്ല, ശക്തി തീർന്നിരിക്കുക. അതെന്ത് ചെയ്യുന്നു ഈശോ? ആൾക്കൂട്ടത്തെ ഇട്ടിട്ട് വീണ്ടും ചാർജ് ചെയ്യാനായിട്ട് പോവുക, ഡൗൺലോഡിങ്ങിന് പോവുകയാണ്. വിജനപ്രദേശി പിൻവാങ്ങി പ്രാർത്ഥിച്ചു കൊണ്ടിരുന്നു. സ്നേഹമുള്ളവരെ, മത്തായി 12:28 നമ്മൾ ചിന്തിച്ച അവിടെയാണല്ലോ. പരിശുദ്ധാത്മാവിനെ കൊണ്ടാണ് ഞാൻ പിശാചുക്കളെ ബഹിഷ്കരിക്കുന്നത്. ആ ദൈവരാജ്യം കടന്നു വരുന്നതിൻ്റെ അടയാളമാണ്, ആയുധമാണ്.
ഇതാണ് നമുക്കും വേണ്ടത്. ഇതെങ്ങനെയാണ്? പരിശുദ്ധാത്മാവാകുന്ന ശക്തി പ്രാർത്ഥന വഴി നമ്മുടെ ജീവിതത്തിലേക്കും ഡൗൺലോഡ് ചെയ്തെടുക്കണം. അതുകൊണ്ട് പ്രാർത്ഥനയ്ക്കുള്ളൊരു കൃപ ഇങ്ങനെ നമുക്ക് കിട്ടാനായിട്ട് പ്രാർത്ഥിക്കണം, ചോദിക്കണം. നമ്മൾ പ്രാർത്ഥനയെപ്പറ്റി നമ്മുടെ ആശയം തന്നെ മാറണം. പ്രാർത്ഥനയെക്കുറിച്ച് നമ്മുടെ ആശയം തന്നെ മാറ്റിയെടുക്കണം. നമ്മൾ ഇത് യാചിച്ച് എന്തും കിട്ടാനായിട്ട് കാത്തിരിക്കുന്ന അനുഭവമല്ല. തമ്പുരാനെ ഉള്ളു ചേർത്ത് വെച്ചിട്ട് ക്ഷമയോടുകൂടി കാത്തിരുന്ന് സ്വർഗത്തിൻ്റെ ശക്തി നമ്മിലേക്ക് ഇറക്കിയെടുത്തിട്ട് ആ കരുത്തോടുകൂടി നമ്മൾ ഇറങ്ങി സകല നാരകീയ അവസ്ഥകളെ ദൂരീകരിക്കുന്ന ജീവിതം, അതാണ് ആത്മീയമായ ജീവിതം, ദൈവരാജ്യത്തിൻ്റെ ശുശ്രൂഷയുടെ ജീവിതം. നമുക്ക് തിരുസന്നിധിയിൽ പ്രാർത്ഥനാപൂർവ്വം നമ്മുടെ ഉടങ്ങളെ ചേർക്കാം. ഒരു നിമിഷം. കർത്താവായ ഈശോയെ, ഈ സമയത്തെ ഓർത്ത് ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു. അങ്ങയുടെ പക്കൽ ആരോപണവുമായിട്ട് വന്ന ആൾക്കാർക്ക് അങ്ങ് കൊടുത്ത മറുപടി, ബേൽസെബൂലിനെ കൊണ്ടാണ് അങ്ങ് പിശാചിനെ ബഹിഷ്കരിക്കുന്നവർ ആരോപിച്ചു. പക്ഷെ അവർക്ക് കൊടുത്ത മറുപടി, കർത്താവ്, ഞങ്ങൾക്കുള്ള ദൈവരാജ്യ രഹസ്യം വെളിപ്പെടുത്തലായിരുന്നല്ലോ. അതുവഴി ഞങ്ങളെ വലിയ ദൈവരാജ്യ രഹസ്യം മനസ്സിലാക്കുന്നു. ദൈവാത്മാവിനെ കൊണ്ടാണ് ഞങ്ങളും നിറഞ്ഞ് സകല നാരിക സ്വാധീനങ്ങളെ ദൂരീകരിക്കേണ്ടത് എന്ന്. അത് ശക്തി ധരിക്കുക എന്ന് പറയുന്നത് അങ്ങ് ആഗ്രഹിക്കുന്നു. പക്ഷേ ഞങ്ങളത് ത്യാഗം നിറഞ്ഞ സ്വയം ക്രൂശിക്കൽ പോലെയുള്ള പ്രാർത്ഥനയുടെ ചിട്ടയിലൂടെ സമയമെടുത്ത് ഞങ്ങളുടെ ഉള്ളത്തിലേക്ക് പരിശുദ്ധ ശക്തി ഡൗൺലോഡ് ചെയ്തെടുക്കുന്ന ഒരു അനുഭവമാണ് എന്ന് ഈ വചന സംഭവങ്ങൾ ഞങ്ങൾ തിരിച്ചറിയുകയാണ്. ഈശോ, ഞങ്ങൾ നന്ദി പറയുന്നു. അങ്ങയുടെ പക്കൽ ചോദിച്ച് കെഞ്ചി നിന്നിട്ട് കിട്ടുന്നില്ലല്ലോ എന്നുള്ള നിരാശയോട് പോകാൻ ഇനിമേൽ ഞങ്ങൾക്കിട വരാതിരിക്കട്ടെ. ശക്തി ധരിക്കുന്നിടം വരെ ഈശോയെ പ്രാർത്ഥന ആഴപ്പെട്ട് നിൽക്കണം കൃപ ഞങ്ങൾക്ക് നൽകണമേ. പരിശുദ്ധാത്മ അഭിഷേകത്തോടെ ഞങ്ങളുടെ കുടുംബങ്ങളിലേക്കും ഞങ്ങളുടെ ജീവിത സാഹചര്യങ്ങളിലേക്കും അധ്വാന മേഖലകളിലേക്കും നിയോഗ തലങ്ങളിലേക്കൊക്കെ ഞങ്ങൾ ഇറങ്ങിച്ചെന്ന് അവിടെയുള്ള തിന്മയുടെ സാന്നിധ്യങ്ങൾക്ക് ദൂരീകരിക്കപ്പെടാനായുള്ള ഈ കൃപ കർത്താവെ ഞങ്ങളുടെ ജീവിതത്തിലും ഫലവത്തായിട്ട് ഭവിക്കട്ടെ. പരിശുദ്ധ കത്തോലിക്കാ സഭയെ നല്ല ദൈവമേ, അങ്ങ് എളിയ ദാസന് കരിഞ്ഞു നൽകിയ ശുശ്രൂഷ പൗരോഗത്തിൻ്റെ അഭിഷേക അധികാരം അനുസരിച്ച് പാലാരൂപതയുടെ വാഗമൺ മൗണ്ട് അനുഭവ ധ്യാനകേന്ദ്രത്തിൻ്റെ നിയമനാധികാരം അനുസരിച്ചും ഈശോയെ അങ്ങയുടെ മുമ്പിൽ ഈ സമയം വചനത്തിനുള്ളു തുറന്ന് അത് വിശ്വാസപൂർവ്വം സ്വീകരിച്ച് ഇപ്പോൾ അങ്ങയുടെ സ്പർശനത്തിനായിട്ട് ദാഹത്തോടെ നിൽക്കുന്ന ഈ മക്കളുടെ മേൽ അങ്ങയുടെ നാമത്തിൽ കരമുയർത്തി ഞാൻ പ്രാർത്ഥിക്കുന്നു. ഈ മക്കളിൽ നിന്നും സകല തിന്മയുടെ സാന്നിധ്യങ്ങളും വിട്ടുമാറിപ്പോകട്ടെ. പരിശുദ്ധാത്മ ശക്തി കൊണ്ട് ഈ മക്കൾ നിറയട്ടെ. ആഴമുള്ള പ്രാർത്ഥനാ ചര്യയിലൂടെ സ്വർഗത്തിൻ്റെ ശക്തി പരിശുദ്ധാത്മാവിനെ ഡൗൺലോഡ് ചെയ്തെടുത്ത് സകല നാരികീയ സാന്നിധ്യങ്ങൾ ദൂരീകരിച്ച് ദൈവരാജ്യ അനുഭവത്തിലേക്ക് വിടർന്നു തെളിയാനുള്ള അഭിഷേകം മക്കൾക്ക് ഓരോരുത്തർക്കും ലഭിക്കട്ടെ. നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ സമൃദ്ധമായ കൃപയ അനുഗ്രഹങ്ങളും പിതാവായ ദൈവത്തിൻ്റെ അവർണ്ണനീയമായ സ്നേഹവും പരിശുദ്ധാത്മാവായ ദൈവത്തിൻ്റെ നിരന്തരമായ സഹവാസവും സ്നേഹമുള്ളവരെ നാം ഓരോരുത്തരുടെ കൂടെ ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.